അതേപോലെ മറ്റേ BJP-യുടെ പല നേതാക്കളും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പോലും അടിയന്തരമായി വിധി പ്രഖ്യാപിക്കണം എന്നിങ്ങനെ ശക്തിയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ്. വിധിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾ പറയുന്നത് പോലെ വിധിക്കണം എന്ന് കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതിന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വഴങ്ങുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. മുമ്പത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി അത്തരത്തിൽ വഴങ്ങിയിരുന്നു എന്നതുകൊണ്ടാണ് ഈ 4 സുപ്രീം കോടതി ജഡ്ജിമാർക്ക് പത്രസമ്മേളനം നടത്തി ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പറയാവുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നത് ഈ വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. രഞ്ജൻ ഗൊഗോയി അത്തരത്തിൽ പോകുന്ന ആളല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ തന്നെ ഭരണഘടനയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, സുപ്രീം കോടതിയുടെ പരമോന്നത പദവി മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം എന്നല്ലാതെ എന്താണ് സംഭവിക്കുക എന്നത് വിധി വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ വിധി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ. ശ്രീ വേണുഗോപാൽ, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചതും. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനും സ്ഥിരീകരിക്കാനും ആ ചോദ്യം ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിൽ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ച് എടുക്കാൻ പോകുന്ന നിർണായകമായ തീരുമാനം അത് സമ്മർദ്ദങ്ങൾക്ക് മുക്തമാണെങ്കിൽ ഈ വിധി നിലനിൽക്കും എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? ആ ഒരു വ്യക്തതയാണ് വേണ്ടത്. കാരണം ഇതിപ്പോൾ ഭരണഘടനയും വിശ്വാസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് എല്ലാ നിലയിലും ഈ വിഷയത്തിനെ എല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ശബരിമല കോടതിയുടെ വിധി പ്രസ്താവം സംബന്ധിച്ച് ഇപ്പൊ വാദം നടക്കണേയുള്ളൂ. നടന്ന വാദത്തിനെ കുറിച്ച് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഇതുവരെ സുപ്രീം കോടതിയുടെ മുൻവിധിയിൽ ലീഗൽ എറർ എന്ന് വിശേഷിപ്പിക്കാവുന്ന, നിയമപരമായ തെറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഈ മറ്റേ റിവ്യൂ ഹർജി കൊടുത്തിട്ടുള്ള അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അത് വസ്തുതാപരമായി ശരിയാണ് എങ്കിൽ സുപ്രീം കോടതി വിധി റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ റിവ്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ചില സമ്മർദ്ദങ്ങൾക്ക് ആരൊക്കെയോ വഴങ്ങുന്നു എന്ന് കാണേണ്ടി വരും. തീർച്ചയായും അത് വ്യക്തമാണ്. ശ്രീ CP സുഗതൻ, ഏതായാലും താങ്കൾക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടെന്ന് കരുതുന്നില്ല. ഭരണഘടന തന്നെയാണ് വിശ്വാസത്തിന് മുകളിൽ നിൽക്കേണ്ടത് എന്ന് താങ്കളൊരു വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ പറയുന്നതാണ് അതിന്റെ കുറച്ചുകൂടി പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം അതിനും അപ്പുറത്തേക്ക് പോയി ഏതെങ്കിലും വിശ്വാസമില്ലാത്ത നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടല്ല. താങ്കൾ ഹിന്ദു പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്നു. എല്ലാവരും അതിനുള്ളിൽ വിശ്വാസികളാണ്. ഒരു വലിയ സമൂഹമുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്നു. പക്ഷെ താങ്കൾ കൃത്യമായി ഇപ്പോൾ പറയുന്നത് ഭരണഘടന തന്നെയാണ് വിശ്വാസത്തിന് മുകളിൽ നിൽക്കേണ്ടത് എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഭരണഘടന അത്ര യോഗ്യമല്ല, അല്ലെങ്കിൽ യോജിച്ചു പോകാൻ കഴിയുന്നതല്ല എന്ന അഭിപ്രായങ്ങൾ ഇതിനോടകം പരസ്യമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. CP സുഗതൻ, പരസ്യമായിട്ടാണ് ആ വാദം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞതും. ഈ ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തണം, ചില കൂട്ടിച്ചേർക്കലുകളും ചില തിരുത്തലുകളും ഒക്കെ വേണം, ആ സംവിധാനം ഒന്ന് മാറ്റി എഴുതിയാൽ കൊള്ളാം എന്നൊക്കെ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട്. അതിന്റെ ചില വിശദാംശം ഞാൻ പറയട്ടെ, ചോദിച്ചാൽ തീർച്ചയായും ചോദിക്കാം, പറയൂ. അപ്പൊ എനിക്കൊരു ഇക്കാര്യത്തിലൊരു പോയിന്റ് പറയാനുള്ളത്, ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രായോഗികതയുള്ള ഒരു ഭരണഘടനയാണ്. പക്ഷെ ചിലയിടത്ത് പ്രായോഗികത കണ്ടില്ല എങ്കിൽ അത് നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 124 125 തവണ ഇപ്പോൾ നമ്മളത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണഘടന നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾക്ക് അമെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള നിയമസംഹിതയും അതിനുള്ള ചട്ടങ്ങളും നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, ഒരു വിശ്വാസി ആയിരുന്നുകൊണ്ട് ഒരു വിധത്തിൽ ഈ സംഘപരിവാർ പറയുന്ന, ഇപ്പോൾ RSSന്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. 10-30 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ ആ ഇന്നർ ഡൈനാമിക്സ് അറിയാവുന്ന അതെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ അവരുടെ ഈ പുതിയ രീതിയിലുള്ള ചിന്താഗതിയുമായിട്ട് ഒരു കാരണവശാലും ഞാൻ യോജിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ ഭരണഘടന തന്നെ ഈ സംഘപരിവാർ വെക്കുന്ന ആശയങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ഇപ്പൊ ഇവർക്ക് പറ്റാൻ പോകുന്ന ഒരു അബദ്ധം, ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. 80കളിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ഹിന്ദുമതത്തിൽ നിന്നൊരു പ്രത്യേക വിഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. ആ വിധി വന്നത് ഏറ്റവും കൂടുതൽ എതിർത്തത് സംഘപരിവാറാണ്. ഹിന്ദുമതത്തിലെ ഒരു വിഭാഗങ്ങളും പ്രത്യേകതയല്ല, അത് ഹിന്ദുമതത്തിൻ്റെ അനുബന്ധ ഭാഗമാണ് എന്ന് പറഞ്ഞു വാദിച്ചിരുന്ന അവർ തന്നെയാണ് ഇപ്പം ശബരിമലയിൽ ഈ അയ്യപ്പ ഭക്തർ ഒരു പ്രത്യേക വിഭാഗമാണെന്നുള്ള വാദവുമായിട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു വിശ്വാസി
സംഘപരിവാറിൻ്റെ ദേശീയതയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ നവോത്ഥാന മതിലിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതെന്നുള്ളത്. കൃത്യമായിട്ട് എനിക്ക് ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ ഗുരുദേവനെ പഠിക്കുക. ഗുരുദേവനെ ഈ കേരളത്തിലുള്ള എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വനിതാ മതിലുണ്ടാക്കിയതും ഇനിയും പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും. അപ്പൊ ഗുരുദേവന്റെ ഒരു കാര്യം തന്നെ ഏകത്വം കാണുന്നയാളായിരുന്നു. അതാണ് ഇവരൊക്കെ പഠിക്കേണ്ടത്. അന്ന് ശിവനെ പൂജിക്കാൻ അംഗീകാരമില്ലാതിരുന്ന ആ വിഭാഗത്തില് അദ്ദേഹം വിപ്ലവാത്മകമായ ഒരു പരിവർത്തനം കൊണ്ടുവന്നിട്ട് ഞാൻ ഈഴവ ശിവനെയാണ് മറ്റേ അവിടെ കല്ലുകൊണ്ട് വെച്ചിട്ട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ആ ഏകത്വത്തിനെ, നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ കാണുന്ന ഏകത്വത്തിനെ അദ്ദേഹം വിട്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ അദ്ദേഹം മതം മാറാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഗുരുദേവനെ പഠിക്കുമ്പോൾ ഭാരതീയമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒന്നാണ്, അവർക്കൊരു പ്രത്യേകതയുടെ ആവശ്യമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ തന്നെ ഇപ്പൊ പറയുന്നത് ശബരിമല അവരൊരു പ്രത്യേക വിഭാഗമാണ്. അതിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. ഈ ശബരിമല പ്രത്യേക വിഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും എന്നവര് വോട്ടിന് വേണ്ടി ചിന്തിക്കുന്ന അവര് നാളെ ഇതിനെ നമ്മൾ നേരിടേണ്ടി വരും. അവരൊരു ഭക്തരാണ്. ആ ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം, അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. അത് ഭരണഘടനാ തത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ഭരണഘടനയാണ് സുപ്രീം. നമുക്കൊരു വലിയൊരു പൊളിറ്റിക്കൽ ബൗണ്ടറി കിട്ടിയതും ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. കാശ്മീരിനെ വിട്ടുകൊടുക്കത്തില്ല, കാശ്മീരിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടനയ്ക്കുള്ളിൽ ആ കാശ്മീർ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഭരണഘടന ഈ സുപ്രീം. അപ്പൊ ഭരണഘടനയ്ക്ക് മുകളിലുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, പക്ഷെ അതേസമയം തന്നെ വിശ്വാസികളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ യോഗ്യവുമാണ് ഭരണഘടന. പുരുഷോത്തമൻ, താങ്കളോട് ചോദ്യം ചോദിക്കുന്നില്ല, ഈ അഭിപ്രായം തന്നെയാണ് താങ്കൾക്കും എന്ന് കരുതുന്നു? വിധി ഏതായാലും നിർണായകമായി തീരുമാനം വരട്ടെ, ഭരണഘടന തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നതിൽ ഉറച്ചു നിൽക്കില്ലേ? അതിനു മുമ്പ് ഈ സൂദൻ പറഞ്ഞു ഞാൻ RSSുമായിട്ട് 30 വർഷത്തോ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണെന്ന് സൂദൻ പറയുകയുണ്ടായി, ശ്രീ സുഗതൻ. എനിക്ക് പറയാനുള്ളത്, ഒരു RSSകാരൻ അല്ലെങ്കിൽ സ്വയം സേവകൻ എന്ന് പറയുന്നത് RSSന്റെ ദൈനംദിന ശാഖയുണ്ട്. ഈ ശാഖയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഒരു സ്വയം സേവകനല്ല RSകാരൻ എന്ന് പറയുന്നത്. പങ്കെടുക്കുന്നൊരു സ്വയം സേവകനാണ് RSകാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആശയത്തോട് യോജിക്കുന്ന, ഇതിൻ്റെ ആദർശത്തോട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരെ അതിൻ്റെ സഹയാത്രികര് എന്ന് നമ്മൾ വേണമെങ്കിൽ വീക്ഷിക്കാം, ഒരു സപ്പോർട്ടർ എന്ന നിലയിൽ ശ്രീമാൻ സുഗതൻ പ്രവർത്തിച്ചിട്ടുണ്ടാവും 10-30 വർഷം. ഒന്നത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ വിഷയം അയോധ്യയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയം ശബരിമലയാണ്. ഈ ശബരിമല വിഷയം വരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്, നമ്മൾ മറക്കരുത്. ആറന്മുള വിഷയം, ആറന്മുള എയർപോർട്ട് വരുന്നു, KGB ഗ്രൂപ്പ് അന്ന് ഇപ്പം BJPയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ എതിർത്ത് പറയുന്നുണ്ടല്ലോ. BJPയുടെ വരവ്, BJP മുതലെടുപ്പ് നടത്തുന്നു, രാഷ്ട്രീയം ഇടകലർത്തുന്നു, മുതലെടുപ്പ് നടത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു, പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് ആറന്മുള വിഷയത്തിൽ ആറന്മുള എയർപോർട്ട് കൊണ്ടുവരാൻ KGB ഗ്രൂപ്പ് വന്നപ്പം കോൺഗ്രസ് ആണ് ഇവിടെ മുതലെടുപ്പ് നോക്കിയത്. കോൺഗ്രസിന്റെ ഭാഗമായി ചേർന്നിട്ട് അതിന്റെ ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് വന്നു, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. അത് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷം ആ സമരത്തെ അനുകൂലിച്ചു. അങ്ങനെ ആറന്മുള സമരം, ആറന്മുള എയർപോർട്ട് ഇല്ലാതായി. ഇപ്പൊ വരുന്നു ഇതിന്റെ അണ്ടർ കറന്റ്, അടിയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് അവിടെ ഒരു വലിയ വിമാനത്താവളം, ആറന്മുളയ്ക്ക് പകരം അവിടെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് അവിടെ ഒരു വലിയ വിമാനത്താവളം കൊണ്ടുവരാനും കേദാർനാഥ് പോലെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും ആക്ടിവിസ്റ്റുകൾക്കും ലോകത്തുള്ള എല്ലാവർക്കും കയറി ഇറങ്ങി നിരങ്ങാനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ശബരിമലയെ കൊണ്ടെത്തിക്കാൻ കുൽസിത ശ്രമം നടത്തുന്നതിന്റെ ഭാഗമാണ് ഈ BJPക്കെതിരെയും RSSനെതിരെയും ഉള്ള ആരോപണങ്ങളെല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്തുന്നത്. ഈ സത്യത്തെ നമ്മൾ എയർപോർട്ട് വരാൻ പോവാണ്. മനസ്സിലാകുന്നില്ല. ഇവരുടെ അജണ്ട അതാണ് ആനന്ദ്, ഇവരുടെ അജണ്ട അതാണ്.
അല്ല ശരി, എനിക്കത് മനസ്സിലാവും, താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ താങ്കൾ സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിനെ കുറിച്ചാണ്. ചീഫ് ജസ്റ്റിസ് അടക്കം അധ്യക്ഷനായ ഈ രാജ്യത്തിന്റെ നിയമപരമായ അവസാനത്തെ വാക്കിനെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നീക്കത്തിനും അതിനനുസരിച്ച് വിധി പുറപ്പെടുവിക്കാനും എങ്ങനെ കഴിയും കോടതി? ശബരിമലയെ കുറിച്ചാണ് പറഞ്ഞത്. ഇടതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നടത്തുന്ന ശ്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്, അല്ല സുപ്രീം കോടതി കുറിച്ചല്ല. ബഹുമാനപ്പെട്ട പുരുഷോത്തമൻജിയോട് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് വലിയൊരു വിമാനത്താവളം അവിടെ ഉണ്ടാക്കാനും ആറന്മുള വിമാനത്താവളം തള്ളിക്കളയാനും ചെറുവള്ളി എസ്റ്റേറ്റിന് സ്ഥലത്ത് ഒരു വിമാനത്താവളം ഉണ്ടാക്കാനും ശബരിമല അങ്ങനെ കേദാർനാഥ് വലിയൊരു ഇതുണ്ടാക്കി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ശ്രമമാണ് ഒന്നത്. രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേദാർനാഥ് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റി. അവിടെ ഉണ്ടായ പ്രളയവും ദുരന്തവും നേരിൽ കണ്ട ആളാണ് ഞാൻ. ശബരിമലയെ മാറ്റണം ഉണ്ട് എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഇദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കണ്ണന്താനം മന്ത്രിയായതിനു ശേഷം ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ലിസ്റ്റ് കണ്ടു. ഇവിടെ കേരളത്തിലുള്ള റിലീജിയസ് സ്ഥാപനങ്ങൾക്ക് 2,50,00,000, 3,20,00,000 ഇങ്ങനെ എത്ര കോടികൾ കൊടുത്തിട്ടുള്ള എന്തിനാണ്? അത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ്. ടൂറിസത്തിന്റെ ഹെഡിലാണ് ആ പൈസ അലോട്ട് ചെയ്തിരിക്കുന്നത്. പുരുഷോത്തമൻജി, അങ്ങ് പറയുമ്പോൾ അങ്ങയ്ക്ക് നേരെയാണ് വിരലുകൾ ഉയരുന്നതെന്നുള്ളത് അങ്ങ് ബോധ്യപ്പെടണം. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള ഒരു കാര്യത്തിന് ഞാൻ അങ്ങയോട് മറുപടി പറയാം. ദേശീയതയും രാജ്യസ്നേഹവും അല്ല, ദേശീയതയും രാജ്യസ്നേഹവും ഒന്നും നിങ്ങളുടെ കുത്തകയല്ല. ദേശീയതയും രാജ്യസ്നേഹവും ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങളൊക്കെ അവിടെ വരുമ്പോൾ അവിടെ വേറെ പലതുമാണ്. അവിടെ സവർണവർഗീയതയാണ്, ദേശസ്നേഹത്തിന്റെ പേരിലുള്ള കുറുക്കുവഴികൾ തേടലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ നവോത്ഥാനം അന്വേഷിച്ചു പോകും. എന്നെപ്പോലുള്ളവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഗുരുദേവനെ അന്വേഷിച്ചു പോകും. ഞങ്ങൾ ഗുരുദേവനെ അന്വേഷിച്ചു പോകും, ചട്ടമ്പി സ്വാമികളെ അന്വേഷിച്ചു പോകും. ഞങ്ങൾ സവർണവർഗീയത അന്വേഷിച്ചു പോകാറില്ല. അത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത, ഇവിടുത്തെ ദേശീയ ചിന്തകളാണ് രാജ്യത്തിന്റെ അഖണ്ഡത. ആ രാജ്യത്തിന്റെ അഖണ്ഡത പണയം വെക്കുന്നതാണ് ഹിന്ദുക്കളിലെ ഓരോ വിഭാഗത്തെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുന്നത്. നിങ്ങൾ ശബരിമല ഭക്തന്മാരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് തിരിക്കുന്നു, മറ്റുള്ളവരെ പ്രത്യേക വിഭാഗം. എന്നെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ പ്രത്യേകമാകുന്നു. ഉൾപ്പെടുത്തിയ ഞാൻ അല്ല, നിങ്ങൾ ഈ സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാക്കാതെ ദേശീയ ജനതയെ ദേശീയതയായിട്ട് കണക്ക് കൂട്ടും. സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ വോട്ട് നേടുന്നത്. നിങ്ങൾ ദേശീയതയുടെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾ വോട്ട് നേടേണ്ടത് ഭരണത്തിന്റെ മികവ് കാണിച്ചിട്ടാണ്. കേന്ദ്രത്തിൽ ഭരണത്തിന്റെ മികവ് കാണിച്ചിട്ടാണ് നിങ്ങൾ വോട്ട് നേടേണ്ടത്. അല്ലാതെ നിങ്ങൾ ശബരിമല ഭക്തരുടെ, ഞങ്ങളെ പോലുള്ളവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തിട്ടല്ല. അത് മനസ്സിലാക്കൂ. ഞാനും നിങ്ങൾ ശബരിമലയിൽ വിശ്വസിക്കുന്ന ആളല്ലേ? പക്ഷെ ഞങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകത വിശ്വാസിയാണ് എന്ന കാര്യത്തിൽ നിലപാട് ഞാനും സുഗതനും ഒന്നാണ്. ഞാനും സുഗതനും രണ്ടല്ല. ഞാനും സുഗതനും ഒന്നാണ്. പക്ഷെ എന്നെ മുതലെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാറും. ഞാൻ ഗുരുദേവനിലേക്ക് പോകും. വിശ്വാസം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ വളരെ ഭയത്തോടെ കാണേണ്ട ഒരു കാര്യം, ഈ ഞങ്ങളുടെ തലമുറ, പുതിയ തലമുറയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് സൗഹൃദങ്ങൾ എന്ത് സംസാരിക്കുന്നതിനിടയിൽ ശബരിമല വിഷയം സംസാരമായി വരുമ്പോൾ കൂട്ടുകാർ തമ്മിൽ നീ ക്രിസ്ത്യനല്ലേ, നീ ഇതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന നിലയിലേക്കൊക്കെ കേരളത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും വർത്തമാനം ഉണ്ടാക്കുന്ന മാനസികമായ ഒരു ധാരണയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്ന നിലയിലേക്കൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിച്ചത് BJP ആണ് എന്ന് പറഞ്ഞാൽ പുരുഷോത്തമൻ എതിർക്കുമായിരിക്കും. പക്ഷെ താങ്കൾക്ക് അത് നിരീക്ഷിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഞാനിത് നടന്നതാണ്, ഉണ്ടായ ചില അനുഭവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നീ ഒരു ക്രിസ്ത്യനല്ലേ, നീ ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട, ഇത് ഞങ്ങൾ സംസാരിച്ചോളാം എന്നൊക്കെ നിലയിലേക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത് വർത്തമാനം ഉണ്ടാക്കുന്നു. ഭരണഘടനയെ കുറിച്ച് എത്ര ആവർത്തി ചോദിച്ചിട്ടും തികച്ചും തെറ്റായ ഇത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് ശ്രീ പുരുഷോത്തമൻ. എനിക്ക് നേരിട്ടറിയാവുന്ന സൗഹൃദങ്ങൾക്കിടയിൽ സംഭവിച്ചതാണ്. ശബരിമല വിഷയം സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെതാണ്, ഞങ്ങളുടെ വിശ്വാസികൾ അങ്ങനെയുള്ളവർ സംസാരിച്ചാൽ മതിയെന്ന് സൗഹൃദങ്ങൾക്കിടയിൽ വർത്തമാനം ഉയർന്നു വന്നു. ഇങ്ങനെ അതെ, ചർച്ചകൾ നടക്കുമ്പോഴാണല്ലോ അപഗ്രഥികളാണല്ലോ ശരിയേത് തെറ്റേതെന്ന് നമ്മൾ അറിയുന്നത്. ഞാൻ ഒറ്റ ചോദ്യം, താങ്കളുടെ അനുമതിയോടുകൂടി താങ്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വാർത്തയുടെ ശകലം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ശരി പുരുഷോത്തമൻ, താങ്കളോട് പറയാം. ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഹിന്ദുക്കളെല്ലാം കൂടുന്നിടത്ത് നിങ്ങൾക്ക് മൊത്ത കച്ചവടം വേണം. നിങ്ങൾ അവിടെ വന്നിട്ട് ഹിന്ദുക്കളുടെ നേതൃത്വം എടുക്കാൻ ശ്രമിക്കും. ആ നേതൃത്വം കിട്ടിയില്ലെങ്കിൽ ആ ഹിന്ദുക്കളെ നിങ്ങൾ മോശമാക്കും. മിസ്റ്റർ പുരുഷോത്തമൻ,
നിങ്ങളുടെ ജന്മഭൂമി പത്രത്തിലെ എന്നെ പറ്റി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. എന്തെങ്കിലും സത്യമുണ്ടോ അതിൻ്റെ അകത്തിൽ? ഞാൻ 2013 വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളാണ്. 2013 ഏപ്രിൽ ഒരു ലൈബ്രറി ബുക്ക് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ഓഫീസർക്ക് പെൻഷൻ കിട്ടത്തില്ല. താങ്കളുടെ പത്രം താങ്കളെ അനുകൂലിക്കാത്തതുകൊണ്ട് എന്നോട് എന്നെ പറ്റി പറഞ്ഞെന്താണ്? വാജ്പേയി ഭരണകാലത്ത് എന്നെ പിരിച്ചുവിട്ടു എന്ന്. എത്ര ശുദ്ധമായിട്ടുള്ള നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. നുണകളുടെ ഒരു കേന്ദ്രമാണ് താങ്കളുടെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ വിട്ടുപോകുന്നത്. ഭാരതീയതയിലേക്ക് തിരിച്ചു വരൂ, ഗുരുദേവനിലേക്ക് തിരിച്ചു വരൂ, നിങ്ങൾ സ്വാമികളിലേക്ക് തിരിച്ചു വരൂ. പുരുഷോത്തമൻ, താങ്കൾ മറുപടി തയ്യാറാക്കൂ, താങ്കളിലേക്ക് എത്താം. താങ്കൾക്ക് സമയവും തരാം. ഞാൻ താങ്കളിലേക്ക് എത്താം. പുരുഷോത്തമൻ, എത്താം. ശ്രീ വേണുഗോപാൽ, ഞാൻ ചോദിച്ച ആദ്യം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഒരു ചർച്ച വന്നു. അതെ, അതിൽ തിരുത്തലുകൾ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ ഒബ്സർവർ എന്ന് പറഞ്ഞത് പറയുന്നത് RSSന്റെ അഖിലേന്ത്യാ മുഖപത്രമായിരുന്ന കാലം. 49-50 കാലത്തെ അവസാനത്തെ ഡിസംബറിലെയും ജനുവരിലെയും ലക്കങ്ങൾ പരിശോധിച്ചാൽ അതിൽ RSS വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതിയാണ് ഇന്ത്യൻ ഭരണഘടനയാക്കേണ്ടത്, മറ്റൊരു ഭരണഘടനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുജി ഗോൾവാൾക്കർ കുറെ കാലം RSSന്റെ സമുന്നത നേതാവായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും സംഗ്രഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ 5ാമത്തെ വോള്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് ജനാധിപത്യം യോജിച്ചതല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറേണ്ടതില്ല, അത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ ആശയമാണ്, ഇന്ത്യക്ക് വേണ്ടത് സന്മാർഗികളും മറ്റേ എന്താണ് ഒരു പ്രയോഗിച്ചിട്ടുണ്ട്, ത്യാഗിവര്യന്മാരുമായ ഏതാനും പേർ ഇന്ത്യയെ ഭരിക്കുകയാണ് വേണ്ടത്, ജനാധിപത്യ വ്യവസ്ഥ, ഈ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യക്ക് വേണ്ടതല്ല എന്ന് ഗുരുജി ഗോൾവാൾക്കറും പറഞ്ഞിട്ടുണ്ട്. RSS ഇപ്പോഴും നിൽക്കുന്നത് അവിടെയാണ്, അവിടേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ RSSന് തീർത്തും യോജിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. അതല്ലാതെ ഒരു സുപ്രീം കോടതി വിധിയെ മാത്രമല്ല അവർ എതിർക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ്. ഈ ഭരണഘടനയെ തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വിനോദ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമം. അതിനുവേണ്ടി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ പോകുന്നു, വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിന് ആധാരമായി പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയാണല്ലോ. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാര് ഈ കേരളത്തിലെ ശബരിമലയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി ആരോ ശ്രമിക്കുന്നു, ആ ശ്രമിക്കുന്നവരുടെ കയ്യിൽ കളിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിക്കെതിരായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ആക്ഷേപം ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കട്ടെ, തിരുത്തട്ടെ വേണമെങ്കിൽ എന്നതാണ് പറയാനുള്ള കാര്യം. പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നീ പറയേണ്ട കാര്യമില്ല, നീ ക്രിസ്ത്യാനിയല്ലേ, നിനക്കെന്ത് കാര്യം ഞങ്ങൾ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ ശബരിമലയ്ക്ക് ഒരു മതനിരപേക്ഷ പാരമ്പര്യം ഉണ്ടല്ലോ. വാവരപള്ളി പോയിട്ടല്ലേ ശബരിമല പോവാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് കാലമായിട്ടല്ലേ അതിന്റെ പ്രാധാന്യം കുറച്ചത്. പണ്ട് എൻ്റെ അച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോയിരുന്ന ആൾക്കാരാ. അവര് അർത്തുങ്കൽ പള്ളി കയറും, അത് കഴിഞ്ഞ് മറ്റേ വാവരപള്ളി കയറും, വാവരപള്ളി കയറിയതിന് ശേഷമാണ് ശബരിമലയ്ക്ക് പോയിരുന്നത്. അപ്പൊ അതിനൊരു മതനിരപേക്ഷ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം തകർക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാന്യനായ ഇവരുടെ വിചാര മോഹൻദാസ് ഹൈക്കോടതി പോയത്. ഇത് ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോയത് വെറുതെ അല്ലല്ലോ. അപ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായും പരമാവധി ചേരിതിരിവുണ്ടാക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സമയം നോക്കി ഇതിനെ സംബന്ധിച്ചുള്ള വാദം കത്തി നിൽക്കുമ്പോഴാണ് ഹൈക്കോടതി പോയത്, ഇത് ഒരു ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അങ്ങനെ ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരും പോകുന്ന ക്ഷേത്രം അത്. യേശുദാസ് പോയിട്ടുണ്ട്, പ്രമുഖരല്ലാത്ത മറ്റ് പലരും പോയിട്ടുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോയതിനെ കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അറിവുണ്ട്. അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിനെ ഒരു ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റുക, അതിന്റെ 4 അതിരുകൾക്കുള്ളിൽ തളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ ശ്രമം നടത്തിയതും BJP തന്നെയാണ് എന്ന കാര്യം മറക്കണ്ട. അപ്പോ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ നിങ്ങൾ ആ കാര്യത്തിൽ മറുപടി പറയേണ്ട, അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ എന്താ വിശ്വാസിയല്ലേ, ക്രിസ്തുമത വിശ്വാസിയല്ലേ, ഞാനും അഭിപ്രായം പറഞ്ഞ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ സമ്മതിക്കുമല്ലോ. നീ ക്രിസ്ത്യാനിയാണ്, നീ നിന്റെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞോളാം എന്നാണ് പറയുന്നത്. അപ്പോ തിരിച്ചു ചോദിക്കണം, ആരാ ഹിന്ദുന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ആരാ ഹിന്ദു?
മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും ഒഴികെയുള്ള മറ്റെല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. ബുദ്ധമത വിശ്വാസികൾ, ജൈനമത വിശ്വാസികൾ, ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ ഇവരൊക്കെ ഹിന്ദുക്കളാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. അപ്പോ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഹിന്ദു ആവണമെങ്കിൽ ഹിന്ദു മത വിശ്വാസിയായിരിക്കണം എന്ന വാദമൊന്നും ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഹിന്ദു. മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും അല്ലാത്തവനൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുവാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസികൾ, ഞങ്ങൾ വേറെ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ആരും പറയണ്ട. വിശ്വാസിയുടെ കാര്യത്തിലും അവിശ്വാസിയുടെ കാര്യത്തിലായാലും ഹിന്ദു എന്ന് പറയുന്നവർ ഇവരൊക്കെ ആയതുകൊണ്ട് ഇവർക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്, ആ തീരുമാനം നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട് എന്ന് മര്യാദയ്ക്ക് കാണാൻ, അത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു ആയാലും ശരി അല്ലാത്ത ഹിന്ദു ആയാലും ശരി, അവർക്കൊക്കെ തന്നെ ഹിന്ദു, അവൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ അല്ലെങ്കിൽ ഹിന്ദു എന്ന നിർവചനത്തിന്റെ ഉള്ളിൽ വരാനുള്ള അധികാരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും. കാരണം നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ എതിർക്കുന്നവരാണ്, അത് വേണ്ടതില്ല എന്ന് പറഞ്ഞവരാണ്, മനുസ്മൃതിയാണ് ഇന്ത്യൻ ഭരണഘടന ആക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ് എന്നതുകൊണ്ട് അത്തരത്തിൽ വാദബോധങ്ങൾ ഒക്കെ ഉന്നയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഇന്ത്യയിൽ നടപ്പിലാകാൻ വേണ്ടി പോകുന്നില്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ശ്രീ പുരുഷോത്തമൻ, ഞാൻ താങ്കളിലേക്ക് വളരെ വേഗം എത്താം. രണ്ടുപേരും ചില ചോദ്യങ്ങളും ചില പരാമർശങ്ങളും താങ്കൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് താങ്കളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് ശരത് ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം, വാദം പൂർത്തിയായിരിക്കുന്നു. വിധി പറയുന്നതിന് വേണ്ടി സുപ്രീം കോടതി മറ്റൊരു ദിവസം തീരുമാനിച്ചു എന്ന സൂചനയാണ്, പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. ശരത്, എന്താണ് വിശദാംശം? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി, അതിൽ മേലുള്ള പുനഃപരിശോധനാ ഹർജികളിന്മേലുള്ള വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 4.5 മണിക്കൂറുകളോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് വിധി പറയുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ ഹർജികളൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. വലിയ വാദപ്രതിവാദങ്ങൾക്കായിരുന്നു ഇപ്പോൾ സുപ്രീം കോടതി വേദിയായത്. സുപ്രീം കോടതിയുടെ നേരത്തെ 10:30 ആരംഭിച്ച സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളൊക്കെ തന്നെ അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. വലിയ വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നത്. 11ഓളം അഭിഭാഷകർ ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 56 ഹർജികൾ സമർപ്പിക്കപ്പെട്ടതിൽ 11 അഭിഭാഷകരാണ് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ശബരിമലയിൽ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്ന ആ വിഗ്രഹത്തിന്റെ സ്വഭാവമാണ് ഇത്തരത്തിൽ സ്ത്രീ പ്രവേശനത്തിന് വിഘാതമായി നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അയ്യപ്പന്മാരെ പ്രത്യേക മതവിഭാഗമായി കണക്കാക്കാൻ വേണ്ടി തയ്യാറാകണമെന്നും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15, 17, 25 എന്നീ അനുച്ഛേദങ്ങൾ ഒന്നിച്ചു ചേർത്ത് വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് സാധിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പ്രധാനമായും നേരത്തെ ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇതിനെ എതിർത്തുകൊണ്ടുള്ള വാദങ്ങൾ ജസ്റ്റിസ് ഈ കോടതിയിൽ നടന്നു. അതിനിടയിൽ തന്നെ പല പരാമർശങ്ങളും വിവിധ ജസ്റ്റിസുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതോടൊപ്പം തന്നെ 3 പേരാണ് ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ട് വിധിയുടെ പുനഃപരിശോധന വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വാദം ഉന്നയിച്ചത്. അത് ഒന്ന്, സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായ ജയദീപ് ഗുപ്ത വിധി പരിശോധിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ മറ്റ് ഹാപ്പി ടു ബ്ലീഡിന് വേണ്ടി ഹാജരായിട്ടുണ്ടായ ഇന്ദിരാ ജയ്സിംഗും വിധി പുനഃപരിശോധിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയും ദേവസ്വം ബോർഡും സുപ്രീം കോടതി വിധി മാനിക്കുന്നു, പുനഃപരിശോധനയുടെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടും കൃത്യമായി സ്വീകരിച്ചു. ഈ രീതിയിലാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകർ ഇരുവശങ്ങളിലുമായി അണിനിരന്നത്. ഏതായാലും ഇനിയുള്ള കാത്തിരിപ്പ് എന്ത് രീതിയിലായിരിക്കും വിധി ഉണ്ടാക്കുക എന്നത് അറിയാൻ വേണ്ടി തന്നെയായിരിക്കും. ഏതായാലും കോടതിയുടെ ഈ വിഷയത്തിലുള്ള വാദമൊക്കെ കേൾക്കുന്നത് കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആനന്ദ്, ശരി ശരത്, ശരി. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിക്കുള്ളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രതിനിധി കൂടി ഇപ്പോൾ ഫോണിൽ ലഭിക്കുന്നുണ്ട്. സന്തോഷ് സർലിംഗ് ചേരുന്നു കോടതിക്കുള്ളിൽ നിന്ന് തന്നെ. സന്തോഷ്, എന്താണ് ഇക്കാര്യത്തിലൊരു വ്യക്തത? വിധി പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വിധി പുനർപരിശോധിക്കും എന്ന വിധിയാണോ, അതായത് നിലവിലുള്ള വിധി പുനർപരിശോധിക്കും എന്ന വിധിയാണോ? ഏത് നിലയിലാണ് ആ ഒരു പരാമർശമുള്ളത്? മറ്റെന്തെങ്കിലും കാര്യം, ഇതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഭരണഘടനാ ബെഞ്ചിലെ ഏതെങ്കിലും ജസ്റ്റിസുമാർ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ടാണോ വിധി പറയാൻ വേണ്ടി മാറ്റിയത്?
ആനന്ദ്, വളരെ നാടകീയമായിട്ടാണ് കോടതി ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. 65 ഹർജികളാണ് ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയത്. ഇതിൽ 65 ഹർജികളിലും കോടതി വാദം കേട്ടു. പിന്നെ വാദിക്കാത്ത അഭിഭാഷകർക്ക് രേഖാമൂലം തന്നെ കോടതിയിൽ എഴുതി നൽകാൻ കോടതി പറഞ്ഞുകൊണ്ടാണ് സമാപിച്ചത്. പക്ഷെ ഇതിൽ 2 ഹർജികൾ, അതായത് ഈ കേരള ഹൈക്കോടതിയിൽ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ 2 ട്രാൻസ്ഫർ അപേക്ഷകളുണ്ട്. ഈ 2 ട്രാൻസ്ഫർ അപേക്ഷകളും കോടതി വീണ്ടും ലിസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള 63 ഹർജികളിലും തീരുമാനം ഉത്തരവായി തന്നെ കോടതി പുറപ്പെടുവിക്കുക. അതായത് ഈ ട്രാൻസ്ഫർ അപേക്ഷകൾ കോടതി വേറെ രീതിയിലാണ് പരിഗണിക്കുക, മറ്റൊരു രീതിയിൽ തന്നെ പരിഗണിച്ച് അക്കാര്യത്തിൽ ഡീലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് വീണ്ടും ലിസ്റ്റ് ചെയ്യുക, ലിസ്റ്റ് ചെയ്തതിനു ശേഷം അക്കാര്യത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ വാദം കഴിഞ്ഞതിനു ശേഷം ഒരു തീരുമാനം പറയും. പക്ഷെ ബാക്കിയുള്ള ഈ പുനഃപരിശോധനാ ഹർജികൾ, റിട്ട് ഹർജികൾ, ഇതെല്ലാം കോടതി തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പിരിഞ്ഞത്. ഇതിൽ നമുക്കറിയാം ഈ വിധിയെ എതിർക്കുന്നവർ ഏകദേശം 11 പേർക്ക് മാത്രമാണ് ഇന്ന് വാദിക്കാൻ അവസരമുണ്ടായത്. ബാക്കി അഭിഭാഷകരോടൊക്കെ എഴുതി നൽകാൻ പറഞ്ഞു. അതേസമയം അനുകൂലിക്കുന്ന 3 അഭിഭാഷകർക്കും ഇന്ന് കഴിഞ്ഞു. പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, കൂടാതെ ഹാപ്പി ടു ബ്ലീഡിന് വേണ്ടിയും ഈ ബിന്ദു, കനകദുർഗ എന്നിവർക്ക് വേണ്ടി ഹാജരായി ഇന്ദിരാ ജയ്സിംഗ് അടക്കമുള്ളവരാണ് വാദിച്ചത്. അതിൽ ഇന്ദിരാ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി കടുത്ത രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്തിയത് പോലും. ഈ സമകാലീന സംഭവങ്ങൾ അവർ എടുത്തിട്ടു. ബിന്ദുവിനും കനകദുർഗയ്ക്കും വധഭീഷണിയുണ്ട്, ബിന്ദുവിനും അമ്മയ്ക്ക് പോലും വധഭീഷണിയുണ്ട്. ഈ ശുദ്ധിക്രിയ സ്ത്രീകൾ കയറിയത് കൊണ്ട് നടത്തിയതിലൂടെ ഭരണഘടനയുടെ മനസാക്ഷിക്കാണ് മുറിവേറ്റതെന്ന് വരെ ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു നിർണായക നീക്കം സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ഈ കോടതി അലക്ഷ്യ നടപടികൾ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ വിധിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ, തന്ത്രി അടക്കമുള്ളവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി എടുക്കണം എന്നത് അതിന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ അഭിഭാഷകൻ ഹാജരായപ്പോൾ ആ വാദം കേൾക്കാനും സുപ്രീം കോടതി തയ്യാറാവുകയും ചെയ്തു. അദ്ദേഹത്തെ മറ്റൊരു അഭിഭാഷകനായിട്ട് 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയാണ് വാദമുഖം ഉയർത്തിയത്. കാരണം ഒരു പെൺകുട്ടി 9 വയസ്സാകുന്നതോടുകൂടി അയ്യപ്പനിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന് വാദിച്ചുകൊണ്ടായിരുന്നു. ആ വാദവും കോടതി കേട്ടു. അത് കേട്ടതിന് ശേഷമാണ് എല്ലാ വാദവും പൂർത്തിയായിരിക്കുന്നതിന് ഇനി വിധി പറയാൻ മാറ്റുകയും ചെയ്യുന്നതായി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര രഞ്ജൻ ഗൊഗോയ് അറിയിച്ചത്. അതായത് സന്തോഷ്, രാവിലെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിയമത്തിന്റെ പിൻബലത്തിൽ നിന്ന് പുറത്ത് വളരെ വൈകാരികമായി ചില അഭിഭാഷകർ കോടതിക്കുള്ളിൽ തർക്കങ്ങളിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ രഞ്ജൻ ഗൊഗോയ് ഒരു ശാസന പോലെ അവരോട് പറഞ്ഞത് കുറച്ചുകൂടി സഭ്യമായി മാന്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇതിന്റെ വാദം നിർത്തിവെക്കുന്ന ഘട്ടത്തിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അറിയാൻ വേണ്ടി കഴിഞ്ഞത് മാന്യമായി കോടതിക്കുള്ളിൽ ഇടപെട്ടില്ലെങ്കിൽ കോടതി അലക്ഷ്യം ആയി മാറും എന്ന നിലയിലേക്ക് അദ്ദേഹം ശാസിച്ചുവെന്നാണ്. അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും ആനന്ദ്, അതായത് ഇന്ന് ഈ മുംബൈയിൽ നിന്നുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മാത്യു നെടുമ്പാറയ്ക്കാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഏൽക്കേണ്ടി വന്നത്. അദ്ദേഹം ഓരോ മുതിർന്ന അഭിഭാഷകരെയും സുപ്രീം കോടതി വാദത്തിനായി വിളിക്കുമ്പോഴും സ്വന്തം നിലയ്ക്ക് എഴുന്നേറ്റ് തനിക്കും വാദിക്കണം എന്നൊക്കെ പലതവണ പറഞ്ഞു. അപ്പോൾ കോടതി പലതവണ അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുകയും പിന്നീട് സമയം അനുവദിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഇടയ്ക്ക് കയറി വീണ്ടും തന്റെ വാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചതാണ് ചീഫ് ജസ്റ്റിസിന്റെ ദേഷ്യത്തിന് ഇടയാക്കിയത്. അദ്ദേഹം ഒരു തവണ പറഞ്ഞത്, താങ്കൾ ഇനിയും ഇത്തരത്തിൽ എഴുന്നേറ്റ് വാദിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ താങ്കൾക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ എനിക്ക് എടുക്കേണ്ടി വരും എന്നും സുപ്രീം കോടതി ഓർമ്മിക്കുകയുണ്ടായി. കാരണം അത്തരം ഒരു രീതിയിലേക്ക് പോയി. പിന്നീട് അവസാനം ഈ അഭിഭാഷകന് ഒരു 5 മിനിറ്റോളം സമയം കോടതി വാദിക്കാനൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പോലും ഇദ്ദേഹം ഈ കോടതിയെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് സുപ്രീം കോടതിക്ക് ഇത് ഗൗരവത്തോടെ കാണണം എന്ന് അറിയിക്കേണ്ടി വന്നത്. സന്തോഷ്, ഏതായാലും എഴുതി തയ്യാറാക്കിയ വാദങ്ങൾ 7 ദിവസത്തിനുള്ളിൽ കോടതിയെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് വിധി പറയാൻ മാറ്റുമ്പോൾ ആ ഡേറ്റ് കോടതി പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും യുവതീ പ്രവേശനത്തിനെ എതിർക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണോ കോടതിയുടെ നീക്കം? ആനന്ദ്, സാധാരണ രീതിയിലുള്ള കോടതികളുടെ നടപടിക്രമമാണിത്. സാധാരണ ഒരു കേസിൽ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഡെയിലി ഓർഡർ ആണെങ്കിലാണ് കോടതി അതിന് അപ്പോൾ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുക. അല്ല എങ്കിൽ കുറച്ച് നീണ്ട വാദങ്ങളൊക്കെ ആണെങ്കിൽ പിന്നീട് 5 ജഡ്ജിമാർ പോലും പരിശോധനയെക്കുറിച്ച് എടുക്കുമ്പോഴാണ്
മറ്റൊരു സമയത്തേക്ക് വിധി പുറപ്പെടുവിക്കാം എന്ന് പറയുക. ശരി, സന്തോഷിലേക്ക് എത്താം. റേഞ്ച് പ്രശ്നം ഉള്ളതായി വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും ശ്രീ പുരുഷോത്തമൻ, എന്താണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്? 7 ദിവസം സമയം കൂടി കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു. വലിയ വിശദമായ ഒരു വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു എന്നതാണ് പ്രധാനം. എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. ഈ പുനർപരിശോധനയുമായി ബന്ധപ്പെടാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് കേൾക്കാനും തയ്യാറായി എന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഇനി ഏതെങ്കിലും തരത്തിൽ നിർണായകമായ വാദങ്ങൾ ഉള്ളവർക്ക് അത് എഴുതി സമർപ്പിക്കാനും കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണോ ഈ നടപടിക്രമങ്ങൾ? ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. മുൻവിധി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി, അതിൽ ചില നോക്കേണ്ടതായിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ 65ഓളം വക്കീലന്മാർ ഹർജികൾ പരിഗണിക്കാനും വിധി ഇന്ന് ഈ 3 മണി വരെ, രാവിലെ 10 മുതൽ 3 മണി വരെ വാദങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനും 7 ദിവസം ബാക്കി എന്ന് വിധി പറയാൻ മാറ്റിവെച്ചതിന് പിന്നിൽ ഇത് വലിയൊരു റിപ്പർക്കഷൻസ് ഉണ്ടാകുന്നൊരു വിധിയാണ്. അത് മുൻവിധി നേരത്തെ പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം നമ്മുടെ ഈ കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിലൂടെ അല്ലെ ഈ തീരുമാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ വേണുഗോപാൽ, ഏതായാലും പുരുഷോത്തമൻ പറഞ്ഞത് പോലെ പൂർണ്ണാർത്ഥത്തിലല്ല ഞങ്ങളുടെ റിപ്പോർട്ടർ വിവരങ്ങൾ നൽകിയത്. ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ്. കാരണം 65ഓളം ഹർജികൾ വിശദമായി കേൾക്കുകയായിരുന്നു. ഇനിയും വാദിക്കാൻ ചിലർ തയ്യാറായിരുന്നു. അവരോടാണ് ഈ വാദിക്കാനുള്ള അവസരം മാറ്റി അവരോട് എഴുതി കാര്യങ്ങൾ നൽകിയാൽ അത് പരിശോധിക്കാമെന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അടക്കമുള്ള ചില ജസ്റ്റിസുമാർ ചില രേഖകൾ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ഹിന്ദു നിയമചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത് ഇതിനകത്ത് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ കോടതിക്ക് ഇതിലൊരു മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഇത്രയും വാദങ്ങൾ നടന്നിട്ടുണ്ട്, ആ രേഖകൾ ഉണ്ട്, അതെല്ലാം വെച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകുമ്പോൾ അതിനുള്ളൊരു സമയം മാത്രമാണ് എടുത്തത് എന്ന് വേണം കരുതാൻ. ഏതായാലും എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്? പുരുഷോത്തമൻ പറയുന്നത് പോലെ വിധി തിരുത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് സുപ്രീം കോടതിക്ക് ഉണ്ടായി എന്ന് കരുതാമോ? അതെ, എനിക്ക് സുപ്രീം കോടതിയിൽ ഇരുന്ന് പരിചയമൊന്നുമില്ല, ഗോപാലകൃഷ്ണൻ ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഈ കേട്ടേന്ന് പറയാൻ പറ്റുന്നത് 11 ആളാണ് വക്കീലന്മാരെ വാദം പറഞ്ഞിട്ടുള്ളൂ. 62 മറ്റേ ഹർജികളുണ്ട്. അപ്പോൾ 51 ആൾക്ക് കൂടെ വാദം പറയാനുണ്ട്. ആ 51 ആൾക്ക് വാദം പറയാൻ വേണ്ടിയിട്ട് 7 ദിവസം കൊടുത്തിരിക്കുകയാണ്. അവർ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിക്കണം കോടതി. പരിശോധിച്ചാലേ ഈ നീതിപൂർവകമായ ഒരു തീരുമാനത്തിൽ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നീതിപൂർവകമായ തീരുമാനത്തിൽ എത്തി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പോലെ ജനത്തിന് ബോധ്യപ്പെടണം. ആ ജനത്തിന് കൂടെ ബോധ്യപ്പെടണമെങ്കിൽ 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ അവർക്ക് എഴുതി കൊടുക്കാം. ഇപ്പൊ ഈ കേട്ടിടത്തോളം ഈ 11 പേർക്കും പുതിയതായി ലീഗൽ എറർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ നിയമപരമായ തെറ്റോ അല്ലെങ്കിൽ വസ്തുതാപരമായോ തെറ്റോ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ശരി എങ്കിൽ, അതുപോലെ ഇനി പുതിയതായി എഴുതി കൊടുക്കുന്നതിൽ ഒന്നും തന്നെ പുതിയതായിട്ട് പറയാനില്ല എങ്കിൽ സുപ്രീം കോടതി പഴയ വിധിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ CP സുഗതൻ, ഈ വാദത്തിനിടയിലും ജസ്റ്റിസ് നരിമാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു മൗലിക അവകാശങ്ങൾ തന്നെയാണ് വിശ്വാസങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത് എന്ന ചില ഓർമ്മപ്പെടുത്തൽ കൂടി കോടതി മുറികളിൽ ഉണ്ടായി. ഏതായാലും സംസ്ഥാന സർക്കാർ മറ്റൊരു നിർണായകമായ നിലപാട് കൂടി ഇന്ന് കോടതിയെ അറിയിച്ചത് കൂടി സൂചിപ്പിക്കുകയാണ്. ആചാരങ്ങൾ ഏതിലും ഇടപെടാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട്. അത് പക്ഷേ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ ഇസ്ലാം എന്നോ അങ്ങനെയല്ല സംസ്ഥാന സർക്കാർ പറഞ്ഞതെന്നതും വ്യത്യസ്തമാണ്. ശ്രീ CP സുഗതൻ, ഏത് ആചാരത്തിലും കൃത്യമായി ഇടപെടാൻ സുപ്രീം കോടതിക്ക് എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് സമർപ്പിച്ച സത്യവാങ്മൂലം. ആചാരങ്ങൾ അനാചാരങ്ങളല്ലാത്തിടത്തോളം എന്തായാലും കോടതിയും സർക്കാരും ഇടപെടാറില്ലല്ലോ. അപ്പോൾ ആചാരങ്ങൾ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കോടതി ഇടപെടും, അല്ലെ സർക്കാരിന് അതിന് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അവകാശമുണ്ടെന്നുള്ളതായിരിക്കുമല്ലോ സർക്കാർ അവിടെ കോടതിയിൽ ബോധിപ്പിച്ചത്. തീർച്ചയായിട്ടും കോടതിയുടെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. എന്തായാലും ഈ 7 ദിവസത്തെ സമയം ചോദിച്ചിട്ട് ലാർജർ ബെഞ്ചിന് വിടത്തില്ല എന്നുള്ള ഇപ്പോൾ ഏകദേശം ഉറപ്പായി. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വിധിയുണ്ടായിന്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ സ്വയം ഈ വിഷയത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം എന്നാണോ ആ വിധി പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് വരാൻ സാധ്യത.
നേരത്തെ പല ആൾക്കാരും പറഞ്ഞിരുന്നതിൻ്റെ കൂട്ട് ഒരു 7 അംഗ ബെഞ്ചിലേക്കോ 9 അംഗത്തിലേക്കോ പോകാനുള്ള സാധ്യത നിശേഷം അവസാനിച്ചിരിക്കുകയാണ്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികളിൽ കോടതി വിധി ഇന്നില്ല. കേസ് വിധി പറയാനായി മാറ്റി. കോടതിയിൽ വാദിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് തങ്ങളുടെ വാദം എഴുതി സമർപ്പിക്കാൻ 7 ദിവസത്തെ സമയം അനുവദിച്ചു. വാദത്തിനിടെ വിശ്വാസങ്ങൾക്കും മീതെയാണ് മൗലിക അവകാശങ്ങളെന്ന് കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തി. വിധിയിൽ പിഴവെന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. അതേസമയം വിധി പുനർപരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കേരള സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. ഇപ്പോൾ സന്തോഷ് സർലിംഗ് തത്സമയം ചേരുന്നുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. സന്തോഷ്, ഇന്ന് നടന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച ഒരു സംക്ഷിപ്ത രൂപം. ആനന്ദ്, ഇന്ന് ഏകദേശം 15ഓളം അഭിഭാഷകരാണ് തങ്ങളുടെ വാദമുഖങ്ങൾ ഈ ശബരിമല വിഷയത്തിൽ ഉയർത്തിയത്. രാവിലെ 10:30-ക്ക് കോടതി വാദം ആരംഭിച്ചു. NSSന് വേണ്ടിയുള്ള വാദമാണ് മോഹൻ പരാശരൻ ആദ്യഘട്ടത്തിലേക്ക് ആരംഭിച്ച. ഇത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിധി മറ്റു മതങ്ങളെ പോലും ബാധിക്കുന്നതാണ് എന്നും ഭരണഘടനയുടെ 15ാം അനുച്ഛേദം സ്വാതന്ത്ര്യം ഈ റിലീജിയസ് സ്ഥാപനങ്ങളിൽ ഉപയോഗപ്പെടുത്തില്ല എന്നുമാണ് NSSന് വേണ്ടിയുള്ള അഭിഭാഷകൻ വാദിച്ചത്. അതായത് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ തുല്യത ഉണ്ടായിരിക്കാം, പക്ഷേ ക്ഷേത്രങ്ങളെയും ആചാര സ്ഥലങ്ങളെയും അങ്ങനെ ഒരു പൊതു ഇടങ്ങളായി കാണാനാകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവർക്ക് സ്ത്രീ പുരുഷ തുല്യത അവിടെ ഭരണഘടനയിലൂടെ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുമായിരുന്നു അഭിഭാഷകന്റെ വാദം. അതിനുശേഷം വി ഗിരിയാണ് തന്ത്രിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ. അദ്ദേഹവും തന്ത്രിക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട് എന്ന വാദമുഖങ്ങൾ ഉയർത്തി. മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി കോൺഗ്രസ് നേതാവ് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഹാജരായത്. ഈ മനു അഭിഷേക് സിംഗ്വിയുടെ വാദത്തെ ആദ്യം എടുക്കുന്നതിനെ ദേവസ്വം ബോർഡ് എതിർക്കുകയൊക്കെ ചെയ്തു. പിന്നീട് കോടതി ഇദ്ദേഹത്തോട് താങ്കൾ ആർക്ക് വേണ്ടിയാണ് ഹാജരാകുന്നതെന്നും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന് അത്തരത്തിൽ വ്യക്തിപരമായ നിലപാടുകൾ ഇതിൽ വന്നോ എന്നൊക്കെ കോടതി ചോദിക്കുകയൊക്കെ ചെയ്തു. ഇതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കോടതി ഒരു സമയം നിശ്ചയിച്ചത്. അതായത് അനുകൂലിക്കുന്നവർക്ക് വാദിക്കാനുള്ള സമയം നൽകാം. മനുഷ്യൻ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ വാദം ആരംഭിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഈ വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പിന്താങ്ങുന്നുവെന്നും റിവ്യൂ ഹർജികളെല്ലാം തള്ളിക്കളയണം എന്ന് ആവശ്യപ്പെട്ടു. ഭരണഘടന നൽകുന്ന തുല്യത എല്ലാവർക്കും ഒരുപോലെയാണ്. ശബരിമലയുടെ വിശ്വാസ സമൂഹത്തെ പ്രത്യേക വിശ്വാസ സമൂഹമായി പരിഗണിക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ദേവസ്വം ബോർഡിന് വേണ്ടിയാണ് വാദം മുഖമുയർന്നത്. ദേവസ്വം ബോർഡ് ആദ്യമേ ഈ വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നും പിന്തുണയ്ക്കുന്നു എന്നും അറിയിച്ചു. തുടർന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര താങ്കൾ നേരത്തെ ഈ വിധിയെ എതിർത്തിരുന്നതാണല്ലോ, സ്ത്രീകൾക്ക് പ്രവേശനം എതിർത്തിരുന്നതാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകന് കൃത്യമായ മറുപടി നൽകിയത് ശരിയാണ്. വിധി വന്നതിന് ശേഷം വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന വിധി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ തങ്ങൾ വിധിയെ അംഗീകരിക്കുന്നുണ്ട് എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ദു മൽഹോത്രയാണ് ഈ വിയോജനക്കുറിപ്പ് എഴുതിയ ഒരു ജസ്റ്റിസ്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ കോടതി അലക്ഷ്യ നടപടികൾ ഹർജികളൊക്കെ കേട്ടത്. ഇതിനിടയിൽ ഒരു നിർണായക വാദം ഉണ്ടായത് ഇന്ദിരാ ജയ്സിംഗിന്റെ ഭാഗത്ത് നിന്നാണ്. ഇന്ദിരാ ജയ്സിംഗ് കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടിയാണ് ഹാജരായത്. പൂർണ്ണ അവകാശത്തോടെ ശബരിമലയിൽ കയറാൻ തങ്ങൾക്ക് അനുവാദം നൽകണം എന്ന് കനകദുർഗയും ബിന്ദുവും ഇവരിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം നേരത്തെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനെ തുടർന്ന് തങ്ങൾക്ക് വധഭീഷണി വരെയുണ്ടായി. ശബരിമല എന്ന് പറയുന്നത് ഒരു കുടുംബക്ഷേത്രമല്ല, അതൊരു പൊതു ആരാധന ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ തുല്യത എന്ന ഭരണഘടന നൽകുന്ന അവകാശം അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നും പറഞ്ഞു. ശുദ്ധിക്രിയ ഭരണഘടനയുടെ മനസ്സാക്ഷിക്കേറ്റ മുറിവ് എന്നായിരുന്നു ഇന്ദിരാ ജയ്സിംഗിന്റെ ഒരു പരാമർശം എന്ന് തന്നെ പറയാം. അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടുപോകേണ്ടത് സ്ത്രീക്കും പുരുഷനും തുല്യം തന്നെയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നതായിരുന്നു ഏറ്റവും അവസാനം ഈ വാദം പൂർത്തിയാക്കിക്കൊണ്ട് അവർ അറിയിച്ചത്. തുടർന്ന് ഏറ്റവും അവസാനം എന്ന നിലയിലാണ് ഈ കോടതി അലക്ഷ്യ ഹർജികളിലേക്ക് സുപ്രീം കോടതി കടന്നത്. കാരണം ഇന്ന് കോടതി അലക്ഷ്യ ഹർജികൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. കോടതി അലക്ഷ്യ ഹർജികൾ ഇല്ലാതെ തന്നെ 65 ഹർജികൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. 4 റിട്ട് ഹർജികൾ, 56 പുനഃപരിശോധന ഹർജികൾ അടക്കം. ഇതിന്റെ എല്ലാം വാദം പൂർത്തിയായതിനു ശേഷമാണ് കോടതി അലക്ഷ്യത്തിലേക്ക് സുപ്രീം കോടതി കടന്നത്. അതിലും പ്രാഥമിക സുപ്രീം കോടതി കേൾക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാവരുടെയും വാദം പൂർത്തിയായി എന്നറിയിച്ച സുപ്രീം കോടതി ബാക്കിയുള്ള അഭിഭാഷകർക്ക് തങ്ങളുടെ വാദം എഴുതി നൽകാം എന്നറിയിച്ചു. ഇതിനായി 7 ദിവസം അനുവദിച്ചിട്ടുണ്ട്. സാധാരണ സുപ്രീം കോടതിയുടെ ഒരു സമയക്രമം തന്നെയാണ്
ദിവസം എന്നൊക്കെ പറയാവുന്നത്. പിന്നീട് വിധി പറയാം എന്നും വ്യക്തമാക്കി. കാരണം ഈ വിധിയല്ല, ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് അറിയിക്കാം എന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചത്. അതിനുശേഷം ബെഞ്ച് പിരിയുകയും ചെയ്തു. എന്തായാലും ഇത്ര നീണ്ട ഒരു വാദം പുനഃപരിശോധനാ ഹർജികൾ പരിഗണനയ്ക്ക് എടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടതല്ല. പക്ഷേ ഇന്ന് തത്വത്തിൽ ഈ പുനഃപരിശോധനാ ഹർജികളിലെല്ലാം അവർ സമർപ്പിച്ച ഈ അപേക്ഷകൾ കൂടാതെയുള്ളൊരു വാദം തന്നെയാണ് പൂർത്തിയാക്കുക. കാരണം ഇന്ന് രാവിലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഈ 56 പുനഃപരിശോധനാ ഹർജികളെല്ലാം കേൾക്കാൻ കഴിയില്ല, പക്ഷെ അവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വാദിക്കാം. അങ്ങനെയാണ് മുതിർന്ന അഭിഭാഷകരെ തന്നെ ആ വാദത്തിന് എത്തിയവരിൽ നിന്ന് കോടതി വാദിക്കാൻ അനുവാദം നൽകി. എന്തായാലും വാദം പൂർത്തിയാകുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, 7 ഭരണഘടനാ ബെഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഉയർത്തിയ വാദമുഖങ്ങളും കഴിഞ്ഞ 12 വർഷമായി സുപ്രീം കോടതിക്ക് മുമ്പാണ് കേസിൽ ഉയർന്ന വാദമുഖങ്ങളും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുകയായിരിക്കും ചെയ്യുക കോടതി. കാരണം ഇന്ന് കോടതി അത് തന്നെ പറഞ്ഞു, വാദങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊക്കെ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ്, പോയിന്റുകളാണ് എന്ന് കോടതി തന്നെ പലതവണ വന്ന അഭിഭാഷകരായിട്ട് വിധിയുടെ ചില ഭാഗങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം വിധിയുടെ ചില ഭാഗങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ വിശ്വാസികൾ ഒരു പ്രത്യേക ഡിവോട്ടി സംഘമായി ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരാൾ പോലും വാദിക്കാൻ തയ്യാറായില്ല. കാരണം അങ്ങനെ ഒരു അനുവാദം, അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗം പോലെ മറ്റു ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി പ്രത്യേക ആചാരം പിന്തുടരാൻ അനുവാദം നൽകും. പക്ഷെ അങ്ങനെ ഒരു ആചാരങ്ങൾ പിന്തുടരാൻ മാത്രം അവകാശമുള്ള ഒരു പ്രത്യേക വിശ്വാസ സമൂഹമായി രൂപപ്പെട്ടിട്ടില്ല. അത് ഈ പുനഃപരിശോധന ഹർജിക്കാർക്ക് ആരും ചൂണ്ടിക്കാണിച്ചില്ല എന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുകയും ചെയ്തിരിക്കും. എന്തായാലും ഏകദേശം മണിക്കൂർ നീണ്ട, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നീണ്ട 3.5 മണിക്കൂർ നീണ്ട വാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഉത്തരവ് പറയാൻ സമയം മാറ്റിവെച്ചിരിക്കുന്നത്. ഏതായാലും സന്തോഷ്, 7 ദിവസത്തെ കാലാവധി പറഞ്ഞിട്ടുണ്ട് ഈ വാദങ്ങളൊക്കെ എഴുതി നൽകാൻ വേണ്ടി. അപ്പോൾ ഈ 7 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിനകത്തൊരു നിർണായകമായ തീരുമാനം പറയും എന്ന് കരുതാമോ, അതോ വീണ്ടും ഒരാഴ്ച എന്നത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഈ വാദങ്ങൾക്കിടയിൽ ജസ്റ്റിസുമാർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയോ ഓർമ്മപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് മൗലികാവകാശങ്ങൾ വിശ്വാസങ്ങൾക്ക് മുകളിലാണ്. ഈ വാദം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ രഞ്ജൻ ഗൊഗോയ് ചോദിക്കുന്നത് എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പറയൂ, ഈ മിക്കവാറും ഹർജികളുടെ ഒരു പൊതു സ്വഭാവം ഒന്ന് തന്നെയാണ് എന്ന ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും സൂചനകൾ തരുന്നുണ്ടോ? കാരണം ആനന്ദ്, ഇന്നെടുത്തത് റിവ്യൂ ഹർജിയാണ്. നമുക്കറിയാം റിവ്യൂ ഹർജികൾ ഒരു തുറന്ന കോടതിയിൽ വാദത്തിനെടുക്കുന്ന പതിവില്ലാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം ഏകദേശം 65 റിവ്യൂ ഹർജികളും റിട്ട് ഹർജികളടക്കം 65 ഹർജികൾ വന്ന ഒരു അസ്വാഭാവികത ഉണ്ടായതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി അതെല്ലാം തുറന്ന കോടതിയിൽ കേൾക്കാമെന്ന് പറയും. പക്ഷെ തുറന്ന കോടതിയിൽ കേൾക്കാം എന്ന് ഈ ചീഫ് ജസ്റ്റിസ് പറയുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനം. അതാണ് ഇന്ന് വാദം തുടങ്ങുമ്പോഴും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. കാരണം ഇതിൽ എന്താണ് തെറ്റ്, നേരത്തെ സെപ്റ്റംബർ 28 വിധിയിലെ തെറ്റുകൾ മാത്രം പറയുക, അല്ലാതെ വെറും പഴയ വാദങ്ങൾ തന്നെ ആവർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം സംബന്ധിച്ചിടത്തോളം കെട്ടിക്കിടക്കുന്ന കേസുകളെ സംബന്ധിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് തന്നെ. കാരണം ആ സമയം അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് തെറ്റ് എന്നത് പ്രത്യേകം എടുത്തു പറയും. പല അഭിഭാഷകരും പഴയ വാദത്തിലേക്ക്, അതായത് അയ്യപ്പൻ്റെ ഡിവോട്ടീസും അയ്യപ്പൻ്റെ പ്രതിഷ്ഠ അനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് വീണ്ടും വീണ്ടും ഈ ആവർത്തിക്കേണ്ട കാര്യമില്ല, തുല്യതയുടെ അടിസ്ഥാനത്തിലാണ് വിധി ഉണ്ടായിരിക്കുന്നത്, വിശ്വാസങ്ങളുടെ മുകളിലാണ് എല്ലാ മൗലിക അവകാശങ്ങളും, സിവിൽ റൈറ്റ്സ് ഓർമ്മിക്കണം എന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസും പറയുന്നുണ്ടായിരുന്നു. ജസ്റ്റിസ് നരിമാനും പലതവണ അഭിഭാഷകരെയും ഈ എതിർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം തുല്യതാ അവകാശത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർക്കുമ്പോഴും സിവിൽ റൈറ്റ്സ് എന്നത് അതിന് മുകളിലാണ് എന്ന് ഓർമ്മിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അതായത് കോടതിയുടെ ആശങ്ക എപ്പോഴും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ എതിർക്കുന്നവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നതെങ്കിൽ കോടതി അത് കാണുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഭരണഘടനയുടെ കണ്ണിലൂടെ മാത്രമേ തങ്ങൾ ഇത് കാണുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പരാമർശങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശരി ശരി, വ്യക്തമാണ്, വിവരങ്ങളെല്ലാം വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് സുപ്രീം കോടതിയിൽ നിന്ന് നൽകിയ. ഏതായാലും CP സുഗതൻ, ഇതാണ് വ്യക്തമായി ഇന്ന് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഓരോ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. എന്താണ് ഈ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നുണ്ടോ, എന്ത് പ്രതികരിക്കാൻ തോന്നുന്നു ഈ ഘട്ടത്തിൽ? അതായത് ഇന്ന് നടന്ന കോടതി നടപടികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ സവിസ്തരം കാര്യങ്ങൾ നമ്മൾ കേട്ടു. താങ്കൾ എങ്ങനെ അപഗ്രഥിക്കുന്നു, എന്ത് വിലയിരുത്തുന്നു ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടർ എലാബറേറ്റ് ആയിട്ട് അത് വിവരിച്ചിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതിയെ സംബന്ധിച്ച്
വാദം കേൾക്കാനുള്ളത് ഒരു അൺപ്രസിഡന്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റിവ്യൂ ഹർജി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഇത്രയും പേഷ്യൻസോടുകൂടി സുപ്രീം കോടതി കേട്ടത്. എന്തായാലും പിന്നെ ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞതിൻ്റെ കൂട്ട് എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി വീണ്ടും 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 എടുത്തു പറയുന്നത് എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് ചോദിക്കുന്നു. പുതിയതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് 7 ദിവസമോ 8 ദിവസമോ എത്ര ദിവസം കഴിഞ്ഞാലും വിധി വന്നാലും എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തിലെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 15(2) അത് പൊതുസ്ഥലമാണോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇത്. പിന്നെ വേറൊരു കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നത് സർക്കാർ ഇതിൻ്റെ അകത്തിലെ കക്ഷിയാണ്, സർക്കാരിന് നോട്ടീസ് അയക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് മാറും എന്നുള്ളത് നേരത്തെ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിനെ ഇതിൻ്റെ അകത്തിലെ കക്ഷിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു വിധി എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഒരു വിധി കൃത്യമായിട്ട് വരും. കേരള സർക്കാരും അതിൻ്റെ കടമ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പിന്നെ NSSൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഭാഗത്തു നിന്നും നല്ല അഭിപ്രായങ്ങളാണ് അവിടെ പറഞ്ഞത്. പക്ഷേ പുതിയതായിട്ടൊന്നും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് വിശ്വാസത്തെ അത് ആചാരമായാലും അനാചാരമായാലും കൊണ്ടുപോകണമെന്നുള്ളതിൽ നിന്ന് ഒരു കാര്യം അതിന് പുതിയതായിട്ടൊന്നും ഇവിടെ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അത് എന്തായാലും ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ മുന്നിൽ മൗലിക അവകാശങ്ങൾ, മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള മൗലിക അവകാശങ്ങളിൽ തുല്യത, അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭാവി എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും സാധ്യത എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ പുരുഷോത്തമൻ, CP സുഗതൻ നടത്തുന്ന ഒരു പ്രാഥമികമായ നിഗമനമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ താങ്കൾ കരുതുന്നത് പുതിയതുകൾ എന്തൊക്കെയോ ഈ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അതായത് നിയമപരമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഭരണഘടനയെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമേ കോടതിക്ക് പരിഗണിക്കാനുമാവൂ. ഏതായാലും 7 ദിവസം സമയമെടുത്തിരിക്കുന്നു. അതിനിടയിൽ ഇന്ന് വാദിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കൃത്യമായി അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഭരണഘടനാ ബെഞ്ചിനെ അറിയിക്കാം. പുതിയത് എന്തെങ്കിലും ഇതിന്റെ തിരുത്തലിന് വേണ്ടി കോടതിക്ക് മുന്നിൽ എത്തിയതായി തന്നെ താങ്കൾ കരുതുന്നു ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ 4 മണി 10 മണി മുതൽ 3:30 വരെ വാദങ്ങൾ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ 7 ദിവസത്തിന് ബാക്കി വെക്കേണ്ടതും സമയം 7 ദിവസത്തിന് മാറ്റി വെക്കേണ്ട കാര്യവുമില്ല. തീർച്ചയായിട്ടും പുതിയതായിട്ട് എന്തോ കാര്യങ്ങളുണ്ട്. കോടതി വിധി പറയാൻ വേണ്ടി 7 ദിവസത്തിന് മാറ്റിവെച്ചിരിക്കുന്നു. അന്നും വിധി പറയുമോ എന്നൊരു സംശയം ഞാൻ ആദ്യം പറഞ്ഞതില്ല. ഇതൊരു ഇന്റർനാഷണൽ റിപ്പർക്കഷൻസ് ഉണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ട് കോടതി ഇത് അയോധ്യയ്ക്കും കാശിക്കും മധുരയ്ക്കും ഇവിടെ സർവ്വവിശ്വാസങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും എല്ലാം ഭരണഘടനയും മതവിശ്വാസവും തമ്മിലുള്ള ഇതിനെക്കുറിച്ച് വിശദമായി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കേണ്ട വിഷയമാണ് ശബരിമല വിഷയം എന്ന് സുപ്രീം കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ഇതിൽ നിന്ന് വളരെ അധികം നന്നായിട്ട് വ്യക്തമായിട്ടിരിക്കുകയാണ്. മറിച്ചൊരു തീരുമാനമായാലോ പുരുഷോത്തമൻ? ഒരു സ്വാഭാവിക നടപടിയായി കണ്ടുകൂടെ? 2 വശമുണ്ടല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കോടതി വിധി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. കോടതി വിധി വരട്ടെ, അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയുക. താങ്കൾ പറയുന്നതനുസരിച്ച് ചോദ്യം ഉദിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ 2 ചോദ്യം ഉദിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ധാരണയുടെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. വിധി തീർച്ചയായിട്ടും വിധി വിധി തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ശ്രീ വേണുഗോപാൽ, 7 ദിവസത്തിന് ശേഷം ഒരു നിർണായകമായ തീരുമാനം പ്രതീക്ഷിക്കാം. പക്ഷെ ആ തീരുമാനം എന്ന് വിധി പറയും എന്നത് സംബന്ധിച്ചായിരിക്കും. ചിലപ്പോൾ വിധി 7 ദിവസത്തിന് ശേഷം പറയാനും സാധ്യതയുണ്ട്. ഏതായാലും ഇതൊക്കെ എഴുതി നൽകാനും ചില രേഖകളും ഒക്കെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇതിന്റെ ഒരു കൃത്യമായ പരിശോധന, ഇനി ഒരു വാദം ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അത്ര കണ്ട് ആധികാരികമായ ഒരു വിധി പുറപ്പെടുവിക്കലായിരിക്കണം ഭരണഘടനാ ബെഞ്ച് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. വിധി എന്തായാലും കേരളത്തിലെ വിശ്വാസി സമൂഹം അത് അംഗീകരിക്കും. അതാണ് അതിൻ്റെ അകത്തിലേത്. അതെ, ഈ വിധി വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കും എന്ന ഗോപാലകൃഷ്ണന്റെ വാദത്തിനോട് ഞാൻ അക്ഷരാർത്ഥത്തിൽ യോജിക്കുകയാണ്. പക്ഷെ എൻ്റെ വിശ്വാസി അദ്ദേഹത്തിന്റെ വിശ്വാസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ വിശ്വാസി എന്ന് പറയുന്നത്
പുരുഷോത്തമന്റെ എൻ്റെ വിശ്വാസി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും വിധി എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷ ഭരണഘടനയാണ്. അതിൽ നിയമത്തിൻ്റെ മുകളിൽ വിശ്വാസത്തെ നിർത്താൻ സുപ്രീം കോടതി അനുവദിക്കില്ല എന്നതാണ് മതനിരപേക്ഷതയുടെ അർത്ഥം. അത് അനുസരിച്ചായിരിക്കും സുപ്രീം കോടതി വിധി എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ കൂടെ ഞാനുണ്ട്.